മെഡിക്കൽ കോളേജിൻ്റെ പല വാർഡിലുള്ള ഹോസ്റ്റലിൽ പല റൂമുകളിൽ നിന്ന് ഞാൻ കാണാറുണ്ട് പല കുട്ടികളെയും. അവരൊക്കെ ചിലർ വരച്ചുകൊണ്ടിരിക്കും, ചിലർ എഴുതിക്കൊണ്ടിരിക്കും, ചിലർ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇതിന് സമയം കിട്ടിയിട്ടില്ല, ഇതൊന്നും അച്ഛനമ്മമാർ അനുവദിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള സ്ട്രെസ്സ് കളയണമെങ്കിൽ നിങ്ങൾ ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുറച്ച് സാന്ത്വന സംഗീതം കേൾക്കൂ. നേരത്തെ മാഷ് പറഞ്ഞ പോലെ ലജ്ജാവതി കേൾക്കുകയല്ല വേണ്ടത്. ലജ്ജാവതി നിങ്ങളുടെ തലച്ചോറിൽ നേരത്തെ പറഞ്ഞ HP ആക്സിസിന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുക. അതാണ് ഈ ലജ്ജാവതി പാടിക്കൊണ്ട് ഒരാൾ വാനരനെ പോലെ സദസ്സിലേക്ക് ചാടിയപ്പോൾ അവിടെ ലാത്തിച്ചാർജും വെടിവെപ്പും മറ്റേ കത്തിക്കുത്തും കൊലപാതകവും ഒക്കെ നടക്കാൻ കാരണം അതാണ്. അതുപോലെ നിങ്ങൾ ഈ ഹൈ സ്പീഡ് മ്യൂസിക് കേൾക്കുന്ന കുട്ടി ഒരു ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ അറിയാതെ അവൻ്റെ കൈ ആക്സലറേറ്ററിൽ കയറുക ചെയ്യാം. അപ്പോൾ 40 സ്പീഡ് പോകേണ്ട കുട്ടി 80 പോവുക. 60 നിന്നും 80 20 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ മൊമെൻറ്റം 6 മുതൽ 8 ഇരട്ടി വരെ വർദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. 60 കിലോമീറ്റർ സ്പീഡ് പോകുന്നൊരു കുട്ടി പെട്ടെന്ന് അത് 80 ആക്കുകയാണെന്നുണ്ടെങ്കിൽ 20 കിലോമീറ്റർ സ്പീഡ് കൊണ്ട് തന്നെ ഈ വണ്ടിയുടെ മൊമെൻറ്റം എത്രയോ മടങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. അത് പോയി ഇടിച്ച് കൊല്ലുക ചെയ്യുന്നത്. ഞാനങ്ങനെ കാഷ്വാലിറ്റി വർക്ക് ചെയ്യും, ജോലി ചെയ്യുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ ഞാൻ ഇത് കണ്ട ഒരു കുട്ടി ഒരു 19 വയസ്സാണ്. ഒരു റിട്ടയർഡ് അധ്യാപകൻ്റെ ഏക മകനാണ്. ആ അധ്യാപകൻ വിവാഹം കഴിച്ചിട്ട് അനേക വർഷം മക്കളില്ലാത്തതുകൊണ്ട് കണ്ടമാനം ചികിത്സ ചെയ്തതിനു ശേഷം അയാൾക്ക് കുട്ടി ഉണ്ടായിരിക്കാം. അയാൾക്കാണ് പ്രമേഹവും പ്രഷറൊക്കെ മൂത്ത്, കണ്ണ് കാണില്ല, വൃക്കുകളൊക്കെ കുഴപ്പമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, നടക്കാൻ വയ്യ, പരസഹായം വേണം. ഏക മകനാണ്. അപ്പോൾ ഈ മകൻ നിർബന്ധിച്ച് ഇയാളെ കൊണ്ടൊരു ബൈക്ക് വാങ്ങിക്കാം. ഇയാൾ പിരിഞ്ഞ പൈസ ഉണ്ട്, അതുകൊണ്ട് ബൈക്ക് വാങ്ങിക്കുകയാണ്. ഇയാൾ കുറേ എതിർത്ത് നോക്കി അവസാനം ബൈക്ക് വാങ്ങി 3-ാം ദിവസം ആണ് ഈ കുട്ടി എൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്. അത് നോക്കിയപ്പോൾ എന്താ സംഭവം, ഒരു മൃതദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിന് തലയില്ല, നോ തല. അപ്പോൾ ഒരു ട്രോമ കെയർ വളണ്ടിയേഴ്സ് കൊണ്ടുവരുന്ന തല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ തല ബാക്കിൽ വരുന്നുണ്ട് സാർ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റിലുണ്ട് ഒരു തല. അപ്പോൾ കുട്ടി ഈ മൊബൈൽ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിച്ചു വരും ഹൈ സ്പീഡിൽ. ഒരു വളവിൽ ഒരു കയറ്റം ഉണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി ഒരു ബസ് വന്നു. ബസ്സിൻ്റെ ഇടിച്ചിൽ പോയി. അവർക്ക് ഓൺ ദി സ്പോട്ട് ഈ കൈ തെറിച്ചു പോയി. ഒരു കൈ തെറിച്ചും പോയി. ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ 2-3 എല്ലിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കൂർത്ത എല്ലിൻ്റെ കഷ്ണങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ കൈ കാണുന്നില്ല. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ബാക്കിൽ വേറെടുത്തത്. ഇത്രയാണ് സ്ഥിതി. അപ്പം ഈ സ്പീഡ് കൂട്ടുന്നത് കൗമാരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കൗമാരപ്രായക്കാരൻ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരിയാണ് ഈ കൗമാരപ്രായക്കാരൻ അതീവ ഫാസ്റ്റായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അക്ബർ ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടോ? അയാൾ അക്ബർ ജലാലുദ്ദീൻ മുഹമ്മദ്. അദ്ദേഹം മുഗൾ ചക്രവർത്തിമാരുടെ ഏറ്റവും പ്രൗഢ ഗംഭീര്യമുള്ള വ്യക്തിയായിരുന്നു. അക്ബർ ദി ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഗ്വാളിയോറിൽ നിന്നും താൻസനെ ഈ മുഗൾ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. ഗ്വാളിയോറിൽ നിന്ന് താൻസൻ എന്ന് പറഞ്ഞൊരു മഹാനായ സംഗീതത്തിന് ഉയർന്നു വന്നപ്പോൾ അന്ന് ആഗ്രയിലാണ്, ഡൽഹിയിലല്ല മുഗൾ ചക്രവർത്തിമാർ അന്നത്തെ കൊട്ടാരം, ശേഷമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആഗ്രയിലാണ് കൊട്ടാരം, മുഗൾ ചക്രവർത്തിമാരുടെ ആസ്ഥാനം. അപ്പോൾ അക്ബർ പറഞ്ഞു, താൻസൻ ഗ്വാളിയോറിൽ ഇരിക്കേണ്ട ആളല്ല, അദ്ദേഹം മുഗൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ആസ്ഥാന ഗായകനാവേണ്ടതാണ്. ഉടനെ ആനയും അമ്പാരിയുമായി ഗ്വാളിയോറിലേക്ക് ആളുകൾ പോവുകയാണ്. അങ്ങനെ താൻസനോട് പറഞ്ഞു, താൻസൻ ജി, നിങ്ങളെ മഹാനായ അക്ബർ ചക്രവർത്തി നിങ്ങൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി മുതൽ ഗ്വാളിയോറിൽ ഇരിക്കേണ്ടത്. അങ്ങനെ അക്ബറിന് മനമില്ലാ മനസ്സോടെ താൻസൻ അവരെ കൂടെ പോവുകയാണ്. പോയി കഴിഞ്ഞ് അവിടെ ദർബാറിലെത്തിയപ്പോൾ അക്ബർ താൻസനോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അങ്ങനെ ദർബാരി കാനഡ എന്നുള്ള രാഗം വന്ന് കേട്ടിട്ടില്ലേ? മാഷ് കേട്ടാണ്? ദർബാരി കാനഡ ഉണ്ടല്ലോ, 1000 ഭാഷകളൊക്കെ ദർബാരി കാനഡയിലുള്ളതാണ്. ഈശ്വര ചിന്ത, ഇതൊന്നേ മനുഷ്യൻ, ഇതൊക്കെ ദർബാരി കാനഡയാണ്. ഈ ദർബാരി കാനഡയിൽ ദർബാറിൽ നിന്ന് പാടിക്കൊണ്ടാണ് ദർബാരി രാഗം വന്നത്. അപ്പോൾ അക്ബർ പറഞ്ഞു, നിങ്ങൾ വിളംബരത്തിൽ പാടുമെന്നാണ് പറഞ്ഞത്. മഹാനായ ഗായക, നിങ്ങൾ ദ്രുതത്തിൽ പാടുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഫാസ്റ്റായിട്ടുള്ള ഗാനങ്ങൾ പാടുമെന്നല്ല, നിങ്ങൾ വളരെ സാവധാനത്തിലുള്ള അതിവിളംബരത്തിലുള്ള പാട്ടുകളെ പാടും. എന്തുകൊണ്ടാണ്? ഞാൻ രാജ്യഭാരം തലയിൽ കയറ്റിയിട്ട് എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ മനസ്സ് പ്രകോപിച്ചിരിക്കുകയാണ്, എന്നെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ വിളംബരത്തിൽ പാടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഷഡ്കാല ഗോവിന്ദന്മാരെ കുറിച്ച് പരാമർശം ഉണ്ടായല്ലോ. ഈ 6 കാലം വന്നത്: അതിവിളംബിതം, വിളംബിതം, മധ്യം, ദ്രുതം, അതിദ്രുതം. ഇങ്ങനെയാണ് 5 കാലങ്ങൾ വന്നത്. അപ്പോൾ അതിൽ വിളംബരത്തിൽ പാടുമോ എങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകുമെന്ന് 500 കൊല്ലം മുമ്പേ മഹാനായ അക്ബർ ചക്രവർത്തി, അന്ന് കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇല്ലാത്ത കാലത്ത് പോലും അക്ബർ ചക്രവർത്തിക്ക് കാണാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ വളരെ ദ്രുതഗതിയിലുള്ള ഗാനങ്ങൾ കേൾക്കരുത് പ്രിയപ്പെട്ട കുട്ടികളെ. കാരണം സംഗീതത്തിൻ്റെ അഭിരുചിയും അതിൻ്റെ ടേസ്റ്റും രൂപപ്പെടുന്ന സമയമാണത്. നിങ്ങൾ സംഗീത സംബന്ധമായ താല്പര്യങ്ങളും താല്പര്യരാഹിത്യങ്ങളും രൂപപ്പെടുന്ന ഈ സമയത്ത് നിങ്ങൾ ഈ ക്ഷുദ്രജീവികളെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങളുടെ മനസ്സിൽ താളത്തിൻ്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. നിങ്ങളെപ്പോഴും അവതാളത്തിലായിരിക്കും. ഈ താളത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവതാളം. എല്ലാ അവതാളത്തിലേയും നടക്കും. അതുകൊണ്ട്